US ഇറാൻ വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ഒരു കരാറിൽ എത്തിയില്ല എങ്കിൽ വെടിനിർത്തൽ കാലയളവ് നീട്ടിയേക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ഇറാനും നിലപാട് കടുപ്പിക്കുകയാണ്. ഇറാന്റെ കീഴടങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അനുനയ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെ ഇസ്രായേൽ ലെബനൻ ചർച്ച വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ നടക്കുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ആണ് ചേരുന്നത്. അജയ്, ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള പാത അത് അടഞ്ഞുക തന്നെ കിടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കേവലം 2 or 3 കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതിനിടെയാണ് പ്രതീക്ഷകൾക്ക് ചിറകേകിക്കൊണ്ട് അമേരിക്കയും ഇറാനും ഒരു മേശയ്ക്ക് ഇരുവശവും ഇരിക്കാൻ പോകുന്നു എന്ന സൂചന ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ അതും അസ്തമിക്കുകയാണ്. ഇരുവിഭാഗവും ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ വരാൻ പോകുന്നത് കടുത്ത ആക്രമണമെന്ന് അമേരിക്കയും പറയുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അജയ്? അഭിലാഷി, ഹോർമുസ് കടലെടുക്ക് വെടിനിർത്തൽ കാലയളവ് മുഴുവൻ പൂർണ്ണമായിട്ട് തുറന്നിടും എന്നുള്ള ഇറാന്റെ ഉത്തരവ്, അത് ഇറാന്റെ പല മുതിർന്ന നേതാക്കൾക്കും സമ്മതമല്ലായിരുന്നു എന്നാണ് ചില അഭ്യൂഹങ്ങളുള്ളത്. കാരണം അവർ പലരും അതിനുശേഷം പിന്നീട് 2-3 ദിവസത്തേക്ക് പൊതുവായുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ ഈ ഇറാൻ പൂർണ്ണമായിട്ടും ഹോർമുസ് കടലെടുക്ക് തുറന്നിടാൻ തീരുമാനിച്ചതിന് ശേഷവും മേഖലയിലുള്ള അമേരിക്കൻ ഉപരോധം തുടർന്നു പോയിരുന്നു. അതായത് ഇറാന്റെ തീരത്തേക്ക് കപ്പലുകളെ കടത്തിവിടാതിരിക്കുകയും ഇറാനിയൻ തീരത്ത് നിന്ന് പുറപ്പെടുന്ന കപ്പലുകളെ തടയുകയുൾപ്പെടെ US ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു നീക്കം, തങ്ങൾ ഈ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നിട്ടും US ഉപരോധം അവസാനിപ്പിക്കാത്ത ആ നീക്കം, അത് ഇറാനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. അത് കാരണം തന്നെയാണ് പിന്നീട് മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദം കാരണം ഈ ഹോർമുസ് കടലെടുക്ക് ഇറാൻ പഴയപടി പൂർണ്ണമായി അടയ്ക്കുകയും മേഖലയിലൂടെ കടന്നുപോയ പല കപ്പലുകൾക്ക് നേരെയും വെടിവയ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ഇന്ത്യൻ കപ്പലടക്കം ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരം. എന്നാൽ അവരുടെ ദേഷ്യം അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് അമേരിക്ക ഒരു ഇറാനിയൻ കപ്പൽ പിടിച്ചടക്കുക വരെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രസ്തുത ആക്രമണം നടന്നത്. മേഖലയിലൂടെ ഗൾഫ് ഓഫ് ഒമാൻ വഴി ഹോർമുസ് കടക്കാൻ ശ്രമിച്ച ഒരു ഇറാനിയൻ കപ്പലിന് നേരെ അമേരിക്ക വെടിയുതിർക്കുകയും ഇതിന്റെ എൻജിൻ റൂം തകർക്കുകയും ഈ കപ്പൽ പിടിച്ചടക്കുകയടക്കം ചെയ്തിരുന്നു. ഈ കപ്പൽ ഇപ്പോൾ എവിടെയാണ് എന്നതടക്കമുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ഇതിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നോ എന്നൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ കപ്പൽ കൂടി പിടിച്ചടക്കിയിട്ട് അമേരിക്ക ഒരു സമ്മർദ്ദ നീക്കം ഇറാന് മേൽ ചെലുത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ശരിക്കും ട്രംപിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട് ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. പക്ഷേ ഈ തീരുമാനം ഫലപ്രദമായില്ല എന്ന് മാത്രമല്ല, ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇറാൻ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ഈ പ്രകോപനങ്ങൾ തുടരുന്നത് കാരണം തങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ്. ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഇറാൻ കീഴടങ്ങുമെന്ന് US ഒരിക്കലും കരുതണ്ട എന്നാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പറയുന്നത് ഭീഷണികളുടെ നിഴലിൽ ഒരിക്കലും ചർച്ചകൾ നടക്കില്ല എന്നാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കുന്നത് അമേരിക്ക ഒരു വെടിനിർത്തൽ, അതുപോലെ ഒരു അനുനയ നീക്കത്തിന്റെ ഒരു വേദിയിൽ കീഴടങ്ങലാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇത്തരത്തിൽ ഇറാന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഇറാൻ ഒരു വെടിനിർത്തൽ, ഈ ഒരു വെടിനിർത്തലിന് പിന്നാലെയുള്ള ഈ 2ാം ഘട്ട ചർച്ചകൾക്ക് തയ്യാറല്ല എന്നത്. നിലവിൽ പാകിസ്ഥാനിലേക്ക് അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ന് പുറപ്പെടുന്നു എന്നുള്ള ഔദ്യോഗിക വിവരങ്ങളാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് തന്റെ പ്രതിനിധികളെ അയക്കുമെന്ന് ട്രൂ സോഷ്യൽ വഴി വ്യക്തമാക്കിയിരുന്നു. അവർ ഇന്നാണ് യാത്ര തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാനാകുന്ന വിവരം. നാളെയോടെ അമേരിക്കൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തും എന്നും അറിയാൻ സാധിക്കുന്നു. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ പാകിസ്ഥാനിലേക്ക് 2ാം റൗണ്ട് ചർച്ചകൾക്കായി യാത്ര തിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു പ്രതിനിധികളെ അയക്കുമെന്ന് അവർ നിലവിൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ അവസാനമായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അവരുടെ അമേരിക്ക പിടിച്ചെടുത്ത കപ്പലിനെ പറ്റിയിട്ടാണ്. ഈ കപ്പൽ എത്രയും വേഗം ഇറാന് വിട്ടു നൽകണം എന്നുള്ള ആവശ്യമാണ് അവരുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇറാൻ യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറാകുന്നില്ല. അവർ ഇപ്പോഴും തങ്ങളുടെ ഒരു കടുംപിടുത്തം, തങ്ങളുടെ പല നിലപാടുകളിലും അവർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം
എന്തായാലും ട്രംപ് ഒട്ടും തന്നെ വിട്ടുകൊടുക്കാത്ത ഒരു നീക്കമാണ് നടത്തുന്നത്. അതായത് ഈ ഒരു ഹോർമുസ് കടലിടുക്കിലെ ഉള്ള ഉപരോധം ഇപ്പോൾ പാകിസ്ഥാൻ അടക്കം മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ അടക്കം അമേരിക്കയോട് സൂചിപ്പിച്ചതാണ് ഈ ഹോർമുസിലുള്ള ഉപരോധം അവസാനിപ്പിക്കാതെ ഇറാൻ ചർച്ചകൾക്ക് വഴങ്ങില്ല, ഇത് കാര്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പാകിസ്ഥാൻ അടക്കം മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ അമേരിക്ക ഇക്കാര്യത്തിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ട്രംപ് ഈ ഉപരോധം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാനെ മുട്ടുകുത്തിക്കുമെന്നുള്ള ഭീഷണികളാണ് ട്രംപ് ഉയർത്തുന്നത്. ഇപ്പോൾ അവസാനമായി ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തലിനെ സംബന്ധിച്ച് തന്നെയാണ്. അതായത് US സമയം ബുധനാഴ്ച വൈകിട്ടാണ് ഈ വെടിനിർത്തൽ അവസാനിക്കുന്നത്. ഇത് ഇന്ത്യൻ സമയത്തിലേക്ക് വന്നാൽ വ്യാഴാഴ്ച പുലർച്ചെയോടെ വരും. ഈ ബുധനാഴ്ച വൈകിട്ടുള്ള ഈ വെടിനിർത്തൽ താൻ നീട്ടി നൽകിയേക്കില്ല എന്നുള്ള സൂചനകളാണ് ട്രംപ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നൽകുന്നത്. അതായത് നീട്ടി നൽകുമെന്നോ നൽകില്ല എന്നോ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, നൽകാൻ സാധ്യതയില്ല എന്ന് തന്നെ ട്രംപ് സൂചിപ്പിക്കുന്നു. ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ ഇറാന് മേൽ ആക്രമണം കടുപ്പിക്കാനും അമേരിക്ക ആലോചിക്കുന്നതായിട്ട് ട്രംപ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ അത് ഒട്ടും തന്നെ ആശ്വാസം നൽകുന്നതല്ല. വെടിനിർത്തൽ കാലയളവ് ഇനിയിപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം ആക്രമണങ്ങൾ, പുതിയൊരു യുദ്ധമുഖം തുറക്കുമോ എന്നതടക്കം പലരും ആശങ്കയോടെ നോക്കിക്കാണുന്നുണ്ട്. ഇതിനിടെ ലെബനനും ഇസ്രയേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് മറ്റന്നാൾ നടക്കും എന്നാണ് അറിയുന്നത്. വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് ഈ ചർച്ചകൾക്കായി ലെബനൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ എത്തും. മേഖലയിൽ അശാന്തി ഇപ്പോഴും സജീവമായി തന്നെ പല മേഖലകളിലും ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമടക്കമുണ്ട്. പല സ്ഥലങ്ങളിലും സംഘർഷമെല്ലാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തരത്തിലുള്ള അത്തരം വലിയ ആക്രമണങ്ങളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ആശ്വാസജനകം തന്നെയാണ്. എന്തായാലും സാഹചര്യങ്ങൾ ഒട്ടും തന്നെ അനുകൂലമല്ല എന്നാണ് നമുക്ക് നിരീക്ഷിക്കാനാകുന്നത്. യെസ്, എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കുക എന്നതിൻ്റെ ഒരു സാധ്യതയും കാണുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അതിലേറ്റവും പ്രതിസന്ധിയിലാകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന ഗതാഗതം, പ്രത്യേകിച്ച് എണ്ണക്കടത്തിനെ ആണ്. അത് ഇന്ത്യക്കും വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് അതിനെ മറികടക്കാൻ ഇന്ത്യ എങ്ങനെ ശ്രമിക്കുന്നു എന്നതുകൂടി നോക്കാം വിശദമായി. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.